പ്രതിഷേധം ശരിയിരിക്കുക കിടക്കാം അലി കഴിക്കുന്നതോടെ ഇവിടെ ഇറങ്ങി കറങ്ങില്ലായിട്ട് KCBന്റെ ഓഫീസിലാണ് നടക്കുന്നത്. ഇവിടെ നല്ല കാറ്റുണ്ട് നല്ല നല്ല കാറ്റുണ്ട്. വോൾട്ടേജ് മൊത്തം ഇവിടെ കുറെ നേരം കംപ്ലൈന്റ് ചെയ്തു. മലപ്പുറത്ത് എവിടെയാണെന്ന് തോന്നുന്നു നിരന്തരമായിട്ട് കറണ്ട് പോകുന്നതിന് ഈ രാത്രികാലങ്ങളിൽ കറണ്ട് പോകുന്നതിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം യുവാക്കൾ KCBയുടെ ഓഫീസിൽ വന്നിരുന്ന് കിടക്കുകയും കാറ്റുകുളിയൊക്കെ ചെയ്യുന്നൊരു കാഴ്ചയാണ്. ഈ രീതിയിലും നമുക്ക് പ്രതിഷേധിക്കാം. ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കുകയും ചെയ്യും. എനിക്കൊരു ചെറിയ 12 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. അവൾക്ക് ഇത് സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പുറമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു ചെറിയ 12 മാസമുള്ള ഒരു കുട്ടിക്ക് എത്ര താങ്ങാൻ പറ്റിയത്? ഇവർ കറണ്ട് ബില്ലും കൊണ്ട് വരും. ഇവർക്ക് എന്തുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല? ഫോൺ വിളിച്ചവർ ഫോൺ എടുക്കില്ല, ഒരു കോൾ അറ്റൻഡ് ചെയ്യില്ല, ഇതിന്റെ ഹെഡിൽ വിളിച്ചവർ ഫോൺ എടുക്കില്ല, ഓഫീസർമാരെ വിളിച്ചെടുക്കില്ല. ഇപ്പോഴും നമ്മൾ ഈ KCBയുടെ മുമ്പായിട്ടുള്ള KCBയുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. വന്നിട്ട് 2 മണിക്കൂറോളായി ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സ് 6 ദിവസമായി വർഷങ്ങളായിട്ട് KCBയുടെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഇതുപോലെ തന്നെ പല സമയങ്ങളിൽ നമ്മൾ രാത്രി കറണ്ട് പോകാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചൂട് അതികഠിനമായ ചൂടാണ്. കാരണം രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളടക്കം പ്രായമുള്ളവർ, രോഗികൾ, അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം എന്നാൽ നേരെ മറിച്ച് കംപ്ലയിൻറ്റ് വിളിച്ച് പറയാമെന്ന് വെച്ച് ഇവർ വിളിച്ച് ഫോൺ എടുക്കത്തില്ല, ഫോൺ റിസീവറിൽ നിന്ന് മാറ്റി വെക്കും. അങ്ങനെ ഒരുപാട് കേസുകൾ ഈയിടെയായിട്ട് തന്നെ റിപ്പോർട്ടില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ചുമ്മാ രാത്രി കിടന്ന് ഉറങ്ങുക, അങ്ങനെ നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പരാധീനത നമ്മൾ കുറ്റം പറയുകയല്ല, നമുക്കറിയാൻ പറ്റും. സ്വാഭാവികമായിട്ട് ചൂടുള്ള കാലാവസ്ഥയാണ്. ഒരുപാട് ഓവർ ഹീറ്റ് വരുമ്പോൾ സ്ട്രിപ്പായി പൊട്ടും, അങ്ങനെ പല വിഷയങ്ങളുണ്ടാകും. പക്ഷേ കാലാതീതമായ മാറ്റങ്ങൾ ഓരോ വകുപ്പിലും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ KCBയിലും ഇതുപോലെ മറ്റ് ടെക്നോളജികൾ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ടെക്നോളജികളെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് അതിൻ്റേതായ നമ്മുടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ KCBയിലും വരുക.